നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ നിന്റെ ഉദ്ദേശം? മരിച്ച് തലയ്ക്ക് മീതെ പറന്നു പോയെങ്കിലും എന്നോടുള്ള നിന്റെ പക തീർന്നിട്ടില്ല എന്നൊരു തോന്നൽ നിന്റെ അതേ രൂപം സ്വന്തം അനുജത്തി രാധയ്ക്ക് നീ കൊടുത്തു. കോടതിയിൽ ഒരു സന്ദർഭം ഉണ്ടാക്കി അവളെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തി മോഹിപ്പിച്ചു. അതായത് എന്നെ ഭ്രാന്തനാക്കുക വഴി മരണത്തിനപ്പുറത്ത് നിന്നും എന്നെ ജയിക്കാമെന്ന് നീ തീരുമാനിച്ചു എന്നർത്ഥം. എന്നാലേ സമ്മതിക്കില്ല ഞാനത്. തോറ്റ ചരിത്രം ഈ മേഘനാഥനില്ല. ജയിക്കുന്നതിൽ ചില തടസ്സങ്ങൾ മാത്രം. അതിപ്പോ തീരെയല്ലേ? ഇന്ന് ഞാനൊരു അതിഥിയെ വരുത്തുന്നുണ്ട്. അവൾ എനിക്ക് ദർശനയുടെയും സൗഭാഗ്യയുടെ രൂപങ്ങൾ എനിക്ക് വരച്ചു തരും. അവരിലൂടെയാണ് ഞാൻ പിന്നീട് രാധയിലേക്ക് എത്തുന്നത്. അങ്ങനെ നീ ഇറങ്ങിപ്പോയ എന്റെ ജീവിതത്തിലേക്ക് നിന്റെ 3 അനുജത്തിമാരെയും ഞാൻ കൂട്ടിച്ചേർക്കുമെന്നർത്ഥം. ആ, തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആ കൊച്ചിന്റെ പടം വരയ്ക്കാൻ വേണ്ട കോപ്പ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എന്താ? അല്ല, സ്റ്റാൻഡും ക്യാൻവാസും പേപ്പറും റബ്ബറും പെൻസിലും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശരി, ഹരിക്ക് ഫോൺ ചെയ്യ. അവൻ വരേണ്ട സമയമായല്ലോ. ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു. ഡ്രൈവിംഗിലോ മറ്റോ ആയിരിക്കും. ഫോൺ എടുത്തില്ല ഇതുവരെ. അല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് പിന്നെ ഈ ദർശനയുടെ സൗഭാഗ്യയുടെ ചിത്രങ്ങളല്ലേ ഈ ആര്യപ്പെണ്ണെ കൊണ്ട് വരപ്പിക്കാൻ പോണത്? അതെ. അവൾ വരച്ചേർന്ന ചിത്രങ്ങള് പഴയ കുട്ടികളുടെ ഇപ്പോഴത്തെ രൂപം തന്നെ ആയിരിക്കുമെന്ന് എന്താ ഒരു ഉറപ്പുള്ളത്? അല്ല, ആരുടെയെങ്കിലും പടം വരച്ചു തന്നിട്ട് അത് ദർശനയുടെ സൗഭാഗ്യമാണെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലെന്നാ ഞാൻ ചോദിച്ചത്. സൂപ്പർ. അപ്പോ ഞാൻ എന്താ ഒരു വിഡ്ഢിയാണെന്നാണോ താൻ കരുതുന്നത്? ആ പയ്യൻ ഹരി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആര്യ ടാലന്റഡാ. അനായാസേന അവൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ ഏതെങ്കിലും വിധേന ആരുടെയെങ്കിലും പടം വരച്ചു തന്ന് ഇവിടെ നിന്ന് അവൾക്ക് തിരിച്ചു പോവാൻ കഴിയുമെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥ ദർശനയെയും സൗഭാഗ്യയും അവൾ വരച്ചതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആര്യയും ഹരിയെയും ഞാനിവിടുന്ന് മടക്കി അയക്കും. അതല്ലെങ്കിൽ നാഥൻ സാറിന്റെ നല്ല മുഖം ഞാനങ്ങ് മാറ്റും. മേഘനാഥൻ എന്ന സിംഹം ഇരയെ കടിച്ചു കീറുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് കാണാം. പിന്നെ ഒരു കാര്യം കൂടി താൻ ചെയ്യണം. സുഭദ്രയുടെ ഈ ചിത്രം ഇവിടുന്ന് മാറ്റണം. അതെന്തിനാ? ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് അനുസരിച്ചാ മതി. ശരി. അകത്ത് മുറിയിൽ കൊണ്ടുപോയി പട്ടിട്ട് മൂടി വെക്ക. എന്നിട്ട് ഇവിടെ തന്നെ വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. ബാക്കിയൊക്കെ അവര് വന്നിട്ട്. സുഭദ്രമ്മേ, ക്ഷമിക്കണം. എന്നോട് ദേഷ്യപ്പെട്ട് പേടിപ്പിക്കാൻ വരരുത്. ഞാൻ ഒരു ഉപകരണം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മേഘനാഥന് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.